ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴേക്ക് അവിടെ മീനൊന്നും നല്ലതായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ദേ കിടക്കണടാ കാവാലി. കാവാലിടാ കാവാലിടാ ഡാ 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 അങ്ങനെ കാവാലി ഞണ്ട് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇത് 1 കിലോയുണ്ടേ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ അഴുക്കൊക്കെ പോവുള്ളൂ. പിന്നെ മെയിൻ കാല് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാലെല്ലാം ഒടിച്ച് കളയും കേട്ടോ. അങ്ങനെ എല്ലാം നല്ലതുപോലെ ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കുറച്ച് കറിവേപ്പില, 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം അരിഞ്ഞ് നമുക്ക് ഈ ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞണ്ടിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ അതും, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കറി മസാല പൗഡറും, അതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഈ ഞണ്ടിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളവും ഞണ്ടും എല്ലാം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാവാലി ഞണ്ടാണ്. ഞണ്ടിൻ്റെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.